എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഷൈനി എന്ന് പറയുന്ന ആ ഒരു സഹോദരിയുടെയും ആ കുഞ്ഞുങ്ങളുടെയും മരണത്തെക്കുറിച്ചും അതിൻ്റെ എന്താ പറയുക ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓരോ എന്താ പറയുക മുൻപോട്ട് നമ്മൾക്ക് പ്രതീക്ഷ തരുന്ന പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെ ഫോണൊക്കെ കിട്ടുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇനിയിപ്പോൾ അത് അവരെന്താണ് ഫോറൻസിക് ഇവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിനകത്തു നിന്നുള്ള ഡാറ്റകളൊക്കെ റീസ്റ്റോർ ചെയ്തെടുത്തിട്ട് നമ്മൾക്കിനി വരും ദിവസങ്ങളിൽ എന്താണെന്നുള്ള കാര്യങ്ങൾ നമ്മൾക്ക് അറിയുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഷൈനി എന്ന് പറയുന്ന സഹോദരിനെ എടുത്ത് നോക്കുമ്പോൾ അവരുടെ സ്വഭാവത്തെക്കുറിച്ച് എല്ലാവരും പറയുന്നുണ്ടല്ലോ. അവരുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ അവരൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. അവരുടെ പേരൻസ് തന്നെ പറഞ്ഞു അവൾക്ക് പ്രതികരിക്കുവാൻ കഴിയുന്നില്ല, അവൾക്ക് പ്രതികരണ സ്വഭാവമില്ല, അതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പേരൻസ് പോലും പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. അത് നമ്മൾക്ക് തന്നെ ഓരോ കാര്യങ്ങളും എടുത്തു നോക്കുമ്പോൾ മനസ്സിലാകും. പ്രതികരിക്കേണ്ട ഇടങ്ങളിൽ പോലും ആ സഹോദരി പ്രതികരിച്ചിട്ടില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇനി ഇപ്പറേ ആ സഹോദരിയുടെ എന്താണ് ആ ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെ ഹസ്ബൻഡിനെ എടുത്താൽ എന്താണ്, പുള്ളി ആകപ്പാടെ വയലൻ്റ് ആണല്ലേ. അപ്പോൾ പുള്ളി അവിടെ വയലൻ്റ് ആകാനുള്ള കാരണം എന്താണ്? പുള്ളിയുടെ ഉള്ളിലേക്ക് കടന്നിരിക്കുന്ന മദ്യമാണ് പുള്ളീനെ എന്താക്കിയിരിക്കുന്നത്, വയലൻ്റ് ആക്കിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ലോകത്തിൽ ഒരു ഭാഗത്ത് സൈലൻറ്റും ഒരു ഭാഗത്ത് വയലൻറ്റുമാണ് ഇന്ന് ഈ ലോകത്തിലുള്ള ഓരോ വ്യക്തികളിലും നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെ വിഷയം എടുത്താലും അങ്ങനെ തന്നെയാണ്. ഒരു ഭാഗത്ത് വയലൻറ്റും ഒരു ഭാഗത്ത് സൈലൻറ്റുമാണ് അല്ലേ. അപ്പോൾ ഈ വയലൻ്റ് ആയിരിക്കുന്ന ആളെ എന്താണ് ചെയ്തിരിക്കുന്നത്, ഈ സൈലൻ്റ് ആയിരിക്കുന്ന വ്യക്തിയെ വല്ലാതെ അങ്ങ് അറ്റാക്ക് ചെയ്യുകയാണല്ലേ. അപ്പോൾ ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പുള്ളി അങ്ങ് സഹിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ ഷൈനി എത്തി. അപ്പോൾ സഹിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ എത്തിയിട്ടും കൂടെ അവരവിടെ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുകയായിരുന്നു. അതിൻ്റെ മെയിൻ കാരണം എന്താണ്? നമ്മൾക്കറിയാം, പല സാഹചര്യങ്ങളിലോട്ട് നമ്മൾ കടന്നു പോകുമ്പോൾ പലരും പറയുന്ന കാര്യം എന്താണ്, നമ്മൾ മിണ്ടാതിരുന്നാൽ മതി, രണ്ട് കൈയും കൂടെ കൂട്ടിയടിച്ചാലേ ഒച്ച കേൾക്കത്തുള്ളൂ, നമ്മൾ മിണ്ടാതിരുന്നാൽ മതി, അപ്പോൾ അത് താനെ നിൽക്കുമെന്ന് എല്ലാവരും പറയാറുണ്ട്. പേരൻസും എല്ലാവരും അത് തന്നെയാണ് പറയാറ്. എല്ലാവരും ഉപദേശം കൊടുക്കുന്നതും അങ്ങനെ തന്നെയാണല്ലേ. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ആ ഷൈനി എന്ന് പറയുന്ന പുള്ളിക്കാരത്തിയും അങ്ങനെ തന്നെയാണ് എടുത്തത്. അവരെന്ത് ചെയ്തു, ഇയാൾ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് കരുതി ഇവർ സൈലൻ്റ് ആയിട്ടിരുന്നു. പക്ഷേ ഇഷ്ടംപോലെ അടിയും ഇടിയും തൊഴിയും എല്ലാം ഈ പുള്ളിക്കാരത്തെ കൊള്ളുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുകൊണ്ട് ഈ പുള്ളിക്കാരത്തെ സൈലൻസ് കൊണ്ട് അവിടെ ഒരു ഗുണവും ഉണ്ടായില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മൾക്കറിയാം, ദൈവത്തിൻ്റെ വചനത്തിൽ വിശുദ്ധ ബൈബിളിനകത്തൊരു വാക്യം പറയുന്നുണ്ട്, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് പറഞ്ഞത് മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പറയുവാൻ കാരണം എന്താ? ഈ മദ്യം അകത്തോട്ട് ചെന്ന് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ ലഹരി വസ്തുക്കളും അകത്തോട്ട് ചെന്ന് കഴിയുമ്പോൾ എന്താണ്, നമ്മളുടെ ആ ഒരു മാനുഷികമായ സ്വഭാവം, നമ്മളുടെ ആ ഒരു ദൈവികമായ സ്വഭാവം, എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിൽ ഒരു നല്ല ഒരു സ്വഭാവവും ഒരു 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 മോശം സ്വഭാവവും എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അപ്പോൾ ഈ നല്ല സ്വഭാവം പുറത്തോട്ട് വരുന്നത് എങ്ങനെയാണ്? നമ്മൾ ഈ നല്ല ആ ഒരു അംശം തിരഞ്ഞെടുക്കുമ്പോൾ അല്ലേ, നമ്മൾ നല്ലതിലോട്ട് നീങ്ങിക്കഴിയുമ്പോഴാണ് ഈ നല്ല സ്വഭാവം എപ്പോഴും പൊങ്ങി വരുന്നത്. അതേസമയം നമ്മൾ ചീത്തയുടെ പുറകെ പോവുകയാണെങ്കിൽ എപ്പോഴും ഈ ചീത്ത സ്വഭാവമായിരിക്കും നമ്മളെ സ്വാധീനിക്കുകയും അത് തന്നെയാണ് പുറത്തോട്ട് വരികയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, മദ്യം ഒരു മനുഷ്യൻ്റെ ഉള്ളിലോട്ട് ചെന്ന് കഴിയുമ്പോൾ ആ മനുഷ്യൻ്റെ ആ ഒരു നോർമലായിട്ടുള്ള സ്വഭാവം നഷ്ടപ്പെടും, അവരിലെ മനുഷ്യത്വം നഷ്ടപ്പെടും. പകരം എന്താണ്, ഒരു മൃഗ സ്വഭാവം അവരുടെ ഉള്ളിലോട്ട് വരും. എന്ന് വെച്ചാൽ അവർക്കൊന്നും തിരിച്ചറിയുവാൻ കഴിയത്തില്ല, മനുഷ്യത്വം അവരിൽ നിന്ന് പോയി പോകും. എന്ന് വെച്ചാൽ പിശാച് അവരുടെ ഉള്ളിൽ കിടക്കുമെന്നാണ് ഒറ്റ വാക്കിൽ അതിൻ്റെ ഉത്തരം. അതായത് ഈ ലഹരിയും അതുപോലെ മദ്യം ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉള്ളിലോട്ട് ചെന്ന് കഴിയുമ്പോൾ പൈശാചിക ശക്തി നമ്മളുടെ ഉള്ളിൽ പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങും. പകരം ദൈവികമായിട്ടുള്ള ഒരു എന്താ പറയുക, ഇത് നമ്മളുടെ അടുത്തുനിന്ന് ആ ഒരു അംശം നമ്മളുടെ അടുത്തുനിന്ന് മാറിപ്പോകുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പറയുന്നത്. നമ്മൾക്കറിയാം, ഇവിടെ നോബിയുടെ ഉള്ളിലോട്ട് മദ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ എന്തായിത്തീർന്നു, മൃഗമായിട്ട് തീർന്നതല്ലേ. തൻ്റെ ഭാര്യയാണ്, ഒപ്പം തൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാണ് എന്നുള്ള ഒരു കൺസിഡറേഷൻ പോലും അദ്ദേഹം ആ പുള്ളിക്കാരത്തേക്ക് കൊടുത്തില്ല. പിന്നെ ആ കൊച്ചു കുഞ്ഞിനെയും കൂടിയായിരുന്നു ഇവരാദ്യം പുറത്തിറക്കിയത്. പിന്നെ രണ്ടാമത്തെ മോള് പുറകെ ഇറങ്ങി വരുമായിരുന്നു എന്നാണ് നമ്മൾക്ക് ന്യൂസുകളിലൂടെയൊക്കെ കാണുവാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ ആ കുഞ്ഞിനെയും കൂടെ നമ്മൾക്കറിയാം, ലോകത്തിലുള്ള എല്ലാവരും എന്ന് വെച്ചാൽ അവരുടെ അയൽവക്കംകാരൊക്കെ പറയുന്ന ആ കുഞ്ഞിൻ്റെ മുഖം അങ്ങ് മനസ്സിൽ നിന്ന് മായുന്നില്ല. അറിയുന്നവരൊക്കെ പറയുകയാണ്, ഇനി അറിയാത്ത നമ്മളാണെങ്കിൽ പോലും ആ രണ്ട് പിള്ളേരും നമ്മളുടെ മനസ്സിൽ നിന്ന് മായുന്നില്ല. ഇപ്പോൾ ഷൈനി എന്ന് പറയുന്ന ഈ സഹോദരിയുടെ ആ കേസിന് ഇത്രത്തോളം ഒരു പ്രശസ്തി കിട്ടുവാനായിട്ടും ഇടയായിത്തീർന്നത് എന്താണ്, ആ കുഞ്ഞുങ്ങളെയും കൂടെ ബലി കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് അല്ലേ. അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഷൈനി മാത്രമായിരുന്നുവെങ്കിൽ അത് അങ്ങ് തേഞ്ഞു മാഞ്ഞങ്ങ് പോകുമായിരുന്നു. എന്നാൽ ഇവിടെ എന്താണ്, ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെ കുഞ്ഞുങ്ങളെയും കൂടെ ഇതിനകത്ത് ബലിയാടാക്കേണ്ടി വന്നല്ലോ എന്നോർത്താണ് ഇന്ന് എല്ലാവരും കരയുവാനായിട്ട് കാരണമായി തീർന്നത്.
ഇടയായിത്തീരുന്നത് അല്ലേ. അപ്പോൾ ആർക്കും ആ കുഞ്ഞുങ്ങളെ മറക്കുവാൻ പറ്റുന്നില്ല. അപ്പോൾ അവരുടെ അയൽവക്കക്കാരും അവരെ കണ്ടു പരിചയമുള്ളവരൊക്കെ ആ കുഞ്ഞുങ്ങളുടെ കാര്യം പറയുന്നത്, അയ്യോ നല്ല സ്വീറ്റ് ആയിട്ടുള്ള കുട്ടികളായിരുന്നു, അവരെ നമുക്ക് മറക്കുവാൻ പറ്റുന്നില്ല, എപ്പോഴും ചിരിച്ചുകൊണ്ടേ സംസാരിക്കത്തുള്ളൂ എന്നൊക്കെയാണ് അവർ പറയുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അപ്പോൾ അത്രയും നമ്മളുടെ ആരുമല്ലാത്ത, നമ്മൾ കണ്ടിട്ടില്ലാത്ത ആ കുഞ്ഞുങ്ങളെ ഓർത്തും നമ്മൾക്ക് ഇത്രയും വിഷമം വരുന്നുണ്ടെങ്കിൽ ഞാൻ ഓർക്കുകയാണ്, ഈ നോബി എന്ന് പറയുന്നവൻ്റെ സ്വന്തം കുഞ്ഞാണല്ലേ. ആ കുഞ്ഞുങ്ങളോട് എന്തുകൊണ്ടാണ് ഇവനൊരു സ്നേഹം അവരോട് തോന്നാതിരിക്കുവാനുള്ള കാരണം എന്താണ്? ഇവനിലെ ആ ഒരു മനുഷ്യത്വം, ഇവനിലെ ആ ഒരു മനുഷ്യൻ അങ്ങ് മരിച്ചുപോയി. പകരം ഇവനിൽ ആരാണ് പ്രവർത്തിക്കുന്നത്? പിശാച്, ലഹരിയാണ് ഇവനിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇവൻ ആ സ്വന്തം കുഞ്ഞുങ്ങളെ പോലും തിരിച്ചറിയാൻ മേലാത്തൊരു സിറ്റുവേഷൻ വന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ ലോകത്തിലോട്ട് നമ്മൾ ഇറങ്ങുമ്പോഴും നമ്മൾക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ്? ഈ ആൾക്കാർ പല വിധത്തിലാണല്ലേ. ആൾക്കാർ പല വിധത്തിൽ ഒരാൾക്ക് ഉപകാരം ചെയ്യാൻ പോയാൽ പോലും ചിലപ്പോൾ അതിനകത്ത് നമ്മൾക്ക് പഴി കേൾക്കേണ്ട സിറ്റുവേഷൻ നമ്മളുടെ ജീവിതത്തിൽ വരും. ഇനി രണ്ടാമത് എന്താണ്? മറ്റുള്ളവരുടെ ഭാഗത്താണ് തെറ്റ്. ഇപ്പം ഞാനൊരൊറ്റ എക്സാമ്പിൾ പറയാം. നമ്മളൊരു വണ്ടി ഓടിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ്. നമ്മൾ എല്ലാ നിയമങ്ങളും പാലിച്ച് നമ്മൾ വളരെ സാവധാനത്തിൽ മര്യാദയ്ക്കാണ് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. ഒരു ശ്രദ്ധയുമില്ലാതെ ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ വണ്ടിക്കിട്ട് ഇടിച്ചു. അപ്പോൾ തെറ്റ് ആരാണ്? ആ ഇടിച്ചവൻ്റെ ഭാഗത്താണ് തെറ്റ്. പക്ഷെ അവനത് ഈ ജന്മത്തെ സമ്മതിക്കില്ല. അവൻ എന്ത് ചെയ്യും? അവൻ അവിടെ നിന്ന് ആർഗ്യൂ ചെയ്യുന്നു മാത്രമല്ല, അവൻ ചിലപ്പോൾ അവിടെ നിന്ന് വയലൻ്റ് ആകുവാനായിട്ടും ഇടയായിത്തീരും. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത്, ഇന്ന് നമ്മൾക്ക് ഒന്നും വിശ്വസിക്കാൻ പറ്റുന്ന സമയങ്ങളല്ല. ഇപ്പോൾ മാതാപിതാക്കന്മാരെ എടുത്താൽ രാവിലെ കുഞ്ഞുങ്ങൾ സ്കൂളുകളിലോട്ട് പോയി അവരെ തിരിച്ച് വീട്ടിൽ വരുന്നിടം വരെ അവർക്ക് എന്താണ്? ആദിയാണല്ലേ, ഭയങ്കര വിഷമമാണ്. കാരണം ഇവർ ഒരു കുഴപ്പവുമില്ലാതെ ഈ കുഞ്ഞുങ്ങൾ വരണം എന്നൊക്കെയുള്ള ഒരു ടെൻഷനിലായിരിക്കുന്നത്. കാരണം എന്താണ്? ഇന്നത്തെ ഈ കാലഘട്ടം അങ്ങനെയാണ്, ഇന്നത്തെ ഈ സമൂഹം അങ്ങനെയാണ്. അതുകൊണ്ട് ഭയങ്കര ഭയപ്പാടിലാണ് ഓരോ വ്യക്തികളും ജീവിക്കുന്നത്. ഇപ്പോൾ തന്നെ എടുത്തു നോക്ക്, ഒരു കുഞ്ഞു മോനെ അല്ലേ, ഷഹനാസ് അങ്ങനെ ഷഹബാസ് എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു പയ്യനെ എന്താണ്, അവൻ്റെ തന്നെ പ്രായത്തിലുള്ള കുറച്ച് പിള്ളേർ ചേർന്ന് എത്ര ക്രൂരമായിട്ട് അവനെ കൊല്ലുവാനായിട്ട് ഇടയായി തീർന്നത് അല്ലേ. അപ്പോൾ ഇവന്മാരിലൊക്കെ എന്താണ്? വയലൻസ് ആണ്. ഇനി രണ്ടാമത് എന്താണ്? ആ ഒരു അഫാൻ എന്ന് പറയുന്ന ഒരുത്തൻ എന്താണ്? അവനും ഇതുപോലെ സ്വന്തം കുഞ്ഞനിയനെ വരെ കൊല്ലുവാനായിട്ട്, ചുറ്റിക്ക് കടിച്ചു കൊല്ലുവാനായിട്ടും ഇടയായി തീർന്നു. അവനിലും എന്താണ്? വയലൻസ് ആണ്. അപ്പോൾ ഈ രണ്ട് പിള്ളേരിലും, അതായത് ഈ 10ാം ക്ലാസ്സുകാരനെ ഇടിച്ചും തൊഴിച്ചുമൊക്കെ കൊന്ന അവന്മാരും ലഹരി ഉപയോഗിക്കുന്നവരാണ്. ഇവനും ആരാണ്? ഈ അഫാൻ എന്ന് പറയുന്നവനും ലഹരി ഉപയോഗിക്കുന്നതാണ്. ഇപ്പറേ നോക്കുമ്പോൾ ആരാണ്? നോബി എന്ന് പറയുന്നവനും ലഹരിയാണ്. ലഹരി എന്ന് വെച്ചാൽ മദ്യം ഉപയോഗിക്കുന്നവനാണ്. ഇനി അവനല്ലാത്ത മറ്റേ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. മദ്യത്തിൻ്റെ കാര്യം പുറത്തോട്ട് വന്നിട്ടുള്ളൂ. എനിവേ, ഏത് തരത്തിലുള്ള ലഹരിയാണെങ്കിലും അത് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന വിധത്തിലാണ് ഇത് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് എവിടെ നോക്കിയാലും ലഹരി കച്ചവടം, മദ്യക്കച്ചവടമാണ്. സർക്കാർ വരെ മദ്യത്തിന് എന്താണ് അനുമതിയൊക്കെ കൊടുത്ത് അവർ തന്നെയാണ് ഇന്ന് അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ ലോകത്തിൽ എങ്ങനെ നോക്കിയാലും ഇനി മുൻപോട്ടുള്ള ജീവിതത്തിൽ നമ്മൾക്ക് ജീവിക്കുവാൻ വളരെ പ്രയാസമാണ്. കാരണം ഒരു ഭാഗത്ത് സൈലൻസ് നമ്മൾ കീപ്പ് ചെയ്താലും മറുഭാഗത്ത് വയലൻസ് ഉള്ള ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണല്ലേ. നമ്മൾ എന്ത് വിഷയങ്ങളും, ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് എക്സാമ്പിൾ, നമ്മളൊരു ഓട്ടോയ്ക്ക് പോവുകയാണ്. അപ്പോൾ ചില ഓട്ടോക്കാർ മര്യാദയുള്ളവരുണ്ട്, ചില ഓട്ടോക്കാർ ഭയങ്കര ക്രൂക്കഡായിട്ടുള്ളവരുണ്ട്. ഇവരെന്ത് ചെയ്യും? പൈസ അധികം പറഞ്ഞു കഴിയുമ്പോൾ നമ്മളത് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവരങ്ങ് വയലൻ്റ് ആകുവാനായിട്ട് ഇടയായിത്തീരും. അതുപോലെ ബസ്സുകാരിൽ ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് കണ്ടില്ലേ, മലപ്പുറത്ത് ഒരു ബസ്സിൽ ഒരു മനുഷ്യനെ അതിൻ്റെ ഭാര്യേനെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാണ്. ഒന്നാമത് അവരുടെ ആ നോമ്പ് സമയം, അപ്പോൾ ഭാര്യേനെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നതാണ്. അപ്പോഴും രണ്ടവന്മാർ വന്നിട്ട് കാര്യം എന്താണെന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ ആ മനുഷ്യനെ തല്ലിക്കൊല്ലുവാനായിട്ട് ഇടയായിത്തീർന്നു അല്ലേ. എന്ന് വെച്ചാൽ ഈ ലോകത്തിൽ മുഴുവൻ എന്താണ് നടക്കുന്നതെന്ന് നമ്മൾക്ക് സങ്കല്പിക്കാൻ കഴിയത്തില്ല. നമ്മൾ രാവിലെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് നമ്മൾ ഒരു കുഴപ്പവും കൂടാതെ വന്നു എങ്കിൽ നമ്മൾക്ക് വന്നു എന്ന് പറയുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നാമത് സ്വീകരിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ ബുദ്ധിപൂർവ്വം മുന്നോട്ട് പോകണം. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പോലെ നിഷ്കളങ്കരുമായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നിഷ്കളങ്കത നമ്മൾ കാണിക്കേണ്ടത് എവിടെയാണ്? അത് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് കാണിക്കേണ്ടത് കേട്ടോ, ആ നിഷ്കളങ്കത. കാരണം എല്ലായിടത്തും മനുഷ്യന്മാരുടെ മുമ്പിൽ എപ്പോഴും നമ്മൾ ഒരു പാവമായിട്ടോ സൈലൻ്റ് ആയിട്ടോ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ പ്രതികരിക്കേണ്ടടുത്ത് നമ്മൾ പ്രതികരിക്കണം. പക്ഷേ അവിടെ നമ്മൾ നോക്കിയും കണ്ടും വേണം പ്രതികരിക്കുവാൻ. കാരണം ഈ എന്താ പറയുക, ഇങ്ങോട്ട് വന്നിട്ട് ചുമ്മാ വയലൻ്റ് ആകുന്നവൻ്റെ അടുത്തും, അല്ലെങ്കിൽ എന്താ പറയുക, ലഹരി ഉപയോഗിച്ച് നടക്കുന്നവൻ്റെ അടുത്തോ, അല്ലെങ്കിൽ മദ്യത്തിന് അടിമപ്പെട്ടിരിക്കുന്നവൻ്റെ അടുത്തോ നമ്മൾ എന്താ പറയുക സംസാരിച്ചിട്ട് കാര്യമില്ലല്ലേ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ബുദ്ധിപൂർവ്വം വേണം പ്രതികരിക്കുവാനും വേണ്ടിയിട്ട്. ഇപ്പോൾ ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെയും കുഞ്ഞുങ്ങളുടെയും വിഷയം എടുത്താലും നമ്മളെല്ലാവരും പ്രതികരിച്ചത് കൊണ്ടാണ് അതിന്നും കെടാതെ നിൽക്കുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. അവരുടെ ഫോണൊക്കെ കിട്ടിയല്ലോ, ഇപ്പോൾ ഫോണൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തെ ഡീറ്റെയിൽസൊക്കെ കിട്ടണം. അതിൻ്റെ ന്യൂസുകളൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾക്ക് കിട്ടുവാനായിട്ട് ഇടയായിത്തീരും.
എനിവേ അതെല്ലാം അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾക്ക് ഈ ലോകത്തിൽ ഇപ്പോൾ ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ദൈവത്തിൻ്റെ കൃപയില്ലാതെ നമ്മൾക്ക് ജീവിക്കുവാൻ കഴിയത്തില്ല കേട്ടോ. കാരണം പലരും പറയും, ഓ അതൊന്നും ആവശ്യമില്ല, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിനകത്ത് പോലും എന്തെങ്കിലും ദൈവത്തിനെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ ഒരുത്തം വന്നിട്ട് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെയും പിന്നെ നീതിയും പറയുന്ന അവളെ ബാൺ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, ഇവനെന്തിനപ്പം എന്നെ ബാൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൻ അതൊന്നും അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അവൻ അതിലൊന്നും അങ്ങ് വിശ്വസിക്കുന്നില്ല. നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ വിശ്വസിക്കേണ്ട, പക്ഷേ ഞാൻ വിശ്വസിക്കുന്നവരോട് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കണം. അല്ലാതെ നമ്മൾക്ക് ഈ കാലഘട്ടത്തിൽ ജീവിച്ചു പോകുവാൻ പറ്റത്തില്ല കേട്ടോ. കാരണം ദൈവത്തിന് മാത്രമേ നമ്മളെ ഈ വല്ലാത്ത കാലത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, രാവിലെയും വൈകുന്നേരം ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവത്തിന് മാത്രമേ നമ്മൾക്ക് എതിരെ വരുന്നതിനെ നമ്മൾക്ക് അറിഞ്ഞുകൂടാ അല്ലേ? നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ സ്കൂളുകളിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തോട്ടൊക്കെ നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ മുൻപിൽ വരുന്ന പ്രതിസന്ധികൾ എന്താണ്, ഏത് വിധത്തിലുള്ള ആൾക്കാരെയാണ് നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നതെന്നൊന്നും നമ്മൾക്ക് അറിഞ്ഞുകൂടാ. അത് ആർക്കറിയാം? എല്ലാം മുൻകൂട്ടി അറിയുന്ന ദൈവത്തിനറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കണം. അത് വേണം കേട്ടോ. ചിലരൊക്കെ ചോദിക്കും, എന്തേ ദൈവം എവിടെയായിരുന്നു, എന്താ അവരെ രക്ഷിക്കാൻ മേലായിരുന്നു, ഇവരെ രക്ഷിക്കാൻ മേലായിരുന്നു എന്നൊക്കെ ചോദിക്കും. പക്ഷേ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്, നിങ്ങൾ എന്നോട് അടുത്ത് വരുവിൻ, ഞാൻ നിങ്ങളോടും അടുത്ത് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ദൈവത്തിനോട് നമ്മൾ അടുത്താൽ മാത്രമേ ദൈവം നമ്മളോടും അടുത്തു വരത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തോട് പ്രാർത്ഥിച്ച ആ ഒരു ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ, ആ ദൈവത്തിൻ്റെ ഒരു സഹായം നമ്മൾ തേടുക തന്നെ വേണം. എന്നിട്ട് വേണം നമ്മളുടെ ദിവസം ആരംഭിക്കുവാൻ വേണ്ടിയിട്ട്. ഇല്ല എങ്കിലുണ്ടല്ലോ നമ്മൾക്ക് അറിഞ്ഞുകൂടാ എന്താണ് നമ്മളുടെ മുൻപിൽ വരുന്നതെന്നും നമ്മൾക്ക് അറിഞ്ഞുകൂടാ. പലരും പല വിധത്തിലുള്ള പറയും, കുറേ മോട്ടിവേഷൻ പറയുന്നവരുണ്ടാകും, കുറേ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ പറയുന്നവരുണ്ടാകും. അതല്ല എങ്കിൽ എത്തിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ആ വിധത്തിൽ സംസാരിക്കുന്നവരുണ്ടാകും. അതൊന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ എന്ത് നോക്കണം? നമ്മൾ ദൈവത്തെ നോക്കണം. കാരണം ദൈവത്തിൽ ആശ്രയിച്ചാൽ മാത്രമേ നമ്മൾക്ക് ഈ വല്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ, നമ്മൾക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മളുടെ മുൻപിൽ വരുന്ന പ്രതിസന്ധികളിൽ നമ്മൾക്ക് ധാരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ആകുക, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. എന്താണ്? മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. അത് ദൈവത്തിൻ്റെ വചനമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഒത്തിരി മദ്യം കുടിച്ചാൽ സ്വർഗത്തിൽ പോകത്തില്ല, ഇച്ചിരി കുടിച്ചാൽ കുഴപ്പമില്ല എന്നൊന്നും ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. ദൈവത്തിൻ്റെ വചനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് ചെറുത് വലുത് എന്നുള്ളതൊന്നുമില്ല. ആ വചനത്തിന് കീഴടങ്ങുവാൻ നമ്മൾ പഠിക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ബുദ്ധിപൂർവ്വം മുന്നോട്ട് പോകുവാനും നമ്മൾ ശ്രമിക്കുക. ഒറ്റ എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കാം. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെ ആ കുഞ്ഞുങ്ങളുടെയൊക്കെ വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാം അതിനകത്ത് അത്ര ഇൻവോൾവ്ഡ് ആണ് അല്ലേ? നമ്മളുടെയൊക്കെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് 2-3 അവന്മാർ വന്നിട്ട് കുറച്ച് എല്ലാ കമൻറ്റുകളും തന്നെ ഒന്നെങ്കിൽ പ്രതികൂലിക്കുന്നവരും അനുകൂലിക്കുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ മാന്യമായ കമൻറ്റുകളാണ്. 2 കമൻറ്റുകളാണ് ഞാൻ ആകെ കണ്ടത്, വൃത്തികെട്ട കമൻറ്റായിട്ട് കണ്ടത്. ഒന്ന് ചുമ്മാ തെറി വിളിച്ചേക്കുക. ഒരുത്തം പറഞ്ഞേക്കുന്നത്, ഇവിടെ ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്, ഇവളെ നല്ല പറഞ്ഞ ഈ ഡാഷ് 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 ഇവിടെ ആദ്യമായിട്ടാണല്ലോ കാണുന്നതെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഒന്നും പറയുന്നില്ല. നമ്മൾ എന്താ പറയുന്നത്? നമ്മളൊരു സഹോദരിക്കും കുഞ്ഞുങ്ങൾക്കും നീതി കിട്ടുന്ന വിഷയമാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവൻ എന്നെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ്, ഒരപ്പച്ചനാണ്, ഒരു പ്രായമുള്ള മനുഷ്യനാണ്, അവൻ വന്നിട്ട് തെറി വിളിച്ചേക്കുകയാണ്. അപ്പോൾ ഇനി വേറൊരുത്തം വന്നിട്ട് ചുമ്മാ വൃത്തികെട്ട കമൻറ്റ് പറയുകയാണ്. അപ്പം അവൻ പറയുന്നത് വൃത്തികെട്ട കമൻറ്റാണ് പറയുന്നത്. അപ്പോൾ ഈ 2 വ്യക്തികളെ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായിരിക്കുന്ന കാര്യം, എനിക്കെന്നല്ല നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ, ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ കിടന്നിട്ട് ഈ തെറി വിളിക്കുകയും ചുമ്മാ അനാവശ്യമായിട്ട് തെറി വിളിക്കുകയും ചുമ്മാ അനാവശ്യമായിട്ട് നല്ല കാര്യം പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോലും വന്നിട്ട് ഇങ്ങനെ തെറി വിളിക്കുകയും എന്താ പറയുക, ഇങ്ങനത്തെ വൃത്തികേട് പറയുകയും ചെയ്യുന്നവരെ എടുത്ത് നോക്കുക. അവർ വീട്ടിൽ ഒന്നെങ്കിൽ എന്താണ് 2 പട്ടച്ചാരായമൊക്കെ അടിച്ചിട്ട്, അല്ലെങ്കിൽ 2 വാറ്റുചാരായമൊക്കെ അടിച്ചിട്ട് വീട്ടിൽ വന്നിടും. വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഇവർക്ക് ഇവരുടെ ഒരു മാനുഷികമായിട്ടുള്ള സ്വഭാവം ഇവർക്ക് നഷ്ടമാകും. ഇവർക്ക് ഒരു മൃഗത്തിൻ്റെ സ്വഭാവം ഇവരുടെ ഉള്ളിലോട്ട് വരും. ആ സ്വഭാവം വന്നു കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യും? വീട്ടിലുള്ളവരുടെ അടുത്തോട്ട് കളിക്കാൻ വേണ്ടി ചെല്ലും, ഭാര്യമാരുടെ അടുത്ത് കളിക്കാൻ ചെല്ലും. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ നടക്കത്തില്ല. ഒന്നെങ്കിൽ മക്കൾ പിടിച്ചിട്ട് 2 കൊടുക്കും, ഇല്ലെങ്കിൽ ഭാര്യയുടെ അടുത്തുനിന്ന് 2 കിട്ടും. അപ്പോൾ ഇത് പേടിച്ചിട്ട് എന്ത് ചെയ്യും? ഇവന്മാർ അവസാനം ഇവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് എങ്ങോട്ട് ഇറങ്ങുമെന്നറിയുമ്പോൾ സോഷ്യൽ മീഡിയയിലോട്ട് ഇറങ്ങും. വേഗം മൊബൈൽ എടുക്കും, എന്നിട്ട് അതിനകത്ത് തോണ്ടി വരുമ്പോഴായിരിക്കും ചിലപ്പോൾ തൻ്റെ മകളുടെ പ്രായമുള്ള പെൺപിള്ളേരെ ആയിരിക്കും കാണുന്നത്. ഏതെങ്കിലും പെണ്ണുങ്ങളെ കണ്ടു കഴിയുമ്പോഴത്തേക്കും അവിടെ തമ്പടിക്കും. എന്നിട്ട് ഇവൻ അത് പറയുന്നതൊന്നും കേൾക്കത്തൊന്നുമില്ല, ചുമ്മാ ഇവൻ്റെ ഫ്രസ്ട്രേഷൻ അതിൻ്റെ അടിയിൽ വന്നിട്ട് എഴുതി തീർക്കുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ഇങ്ങനെയുള്ളവരെ നമ്മൾക്ക് എന്താണ്
3 വിധത്തിൽ നമ്മൾക്ക് ഇവരെ കൈകാര്യം ചെയ്യുവാനായിട്ട് പറ്റും. ഒന്ന്, ഇവർക്ക് നമ്മൾക്ക് നല്ല മറുപടി കൊടുക്കുവാനായിട്ട് പറ്റും. ഇനി രണ്ടാമത് എന്താണ്, പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് അവർ പിടിക്കും. ഇന്ന് ഫേക്ക് ഐഡി ആണെങ്കിൽ പോലും അവരെയൊക്കെ പിടിക്കുവാനുള്ള സംവിധാനങ്ങളുണ്ട്, അവരത് പിടിക്കും. 2, മൂന്നാമത്തത് എന്താണ്, നമ്മൾക്ക് ഇവരെ അങ്ങ് ബ്ലോക്ക് ചെയ്ത് വിടാം. പിന്നെ ഇവർക്ക് ഒരു കാരണവശാലും നമ്മളുടെ ഒരു വീഡിയോ കാണാനും പറ്റത്തില്ല, അതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻ്റ് ഇടുവാനും ഇവർക്ക് പറ്റത്തില്ല എന്നുള്ളതുണ്ട്. അപ്പോൾ ഈ 3 വിഷയങ്ങളിൽ ആദ്യത്തെ വിഷയം, അതായത് നമ്മൾ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളുടെ സമാധാനം കൂടെ നഷ്ടമാകും എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. കാരണം ഇവരോട് നമ്മൾ പ്രതികരിക്കുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ ഇവൻ ഒന്നും കൂടി ഉഷാറാകും, ഇവൻ വീണ്ടും അതിനെ പ്രതികരിക്കാൻ തുടങ്ങും. കാരണം ഇവന്മാരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിന് വളം വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. ഒന്ന്. ഇനി രണ്ടാമത്തെ വിഷയത്തിന് നമ്മൾ ഇതിൻ്റെ കേസിൻ്റെയും ഒക്കെ പുറകെ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ടൈം വേസ്റ്റ്, പിന്നെ നമ്മളുടെ പൈസ നഷ്ടം, ഇത്രയും കാര്യങ്ങളുണ്ടാകും. അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്താണ്, നമ്മൾക്ക് ഈസിയാണ്. എന്ന് വെച്ചാൽ ഇവരെ അങ്ങ് ബ്ലോക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവൻ ഈ ജന്മത്ത് നമ്മുടെ മുൻപിൽ വരത്തില്ല, വേറെ എവിടെയെങ്കിലും പൊക്കോളും. അവരും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവൻ്റെ ആ പ്രശ്നം അങ്ങ് തീരും. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത് എന്താണ്, നമ്മൾക്ക് ബുദ്ധി ഉപയോഗിക്കേണ്ടിടത്ത് നമ്മൾ ബുദ്ധിയോടെ നമ്മൾ നീങ്ങണം, അല്ലേ? നമ്മൾ പിന്നെ പ്രതികരിക്കേണ്ടടുത്ത് നമ്മൾ പ്രതികരിക്കണം. എന്ന് വെച്ചാൽ ഈ മൃഗസ്വഭാവമായിരിക്കുന്നവരുടെ അടുത്ത് പ്രതികരിച്ചിട്ട് കാര്യമില്ല, ഒരു മദ്യം കുടിച്ച് കിടക്കുന്നവരുടെ അടുത്ത് പ്രതികരിച്ചിട്ട് കാര്യമില്ല, അതുപോലെ എന്താണ് ലഹരിക്ക് അടിമപ്പെട്ടവരുടെ അടുത്തും നമ്മൾ പ്രതികരിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുകയും വേണം, ഒപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബുദ്ധിയുള്ളവരുമായിരിക്കുവാൻ ശ്രമിക്കണം. അത് ദൈവത്തിൻ്റെ വചനം, വിശുദ്ധ ബൈബിൾ നമ്മളെ ഉപദേശിക്കുന്നുണ്ട്. നമ്മൾ എന്തായിരിക്കണം, നമ്മൾ ബുദ്ധിയുള്ളവരാകുവാൻ നമ്മളോട് ദൈവം ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കുകയും വേണം, ബുദ്ധിയുള്ളവരുമായിരിക്കണം. കാരണം എന്താണ്, ഈ ലോകത്തിൽ ഒരു ഭാഗത്ത് വയലൻസും ഒരു ഭാഗത്ത് സൈലൻസുമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിത് സൈലൻസ് അല്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമാണ്, അല്ലേ? ആ ഒരു പ്രൊട്ടക്ഷൻ നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുക, ബുദ്ധി ഉപയോഗിക്കുക. എനിവേ, എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെയും കുഞ്ഞുങ്ങളുടെയും കൂടുതൽ അപ്ഡേറ്റുകൾ നമ്മൾക്ക് കിട്ടും. അത് നിങ്ങളുടെ മുൻപിലോട്ട് എത്തിക്കും. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.